വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. അവസാന ദിനം നേതാക്കളെല്ലാം പ്രചാരണത്തിൽ സജീവമാണ്. മറ്റന്നാളാണ് 70 മണ്ഡലങ്ങളും ബൂത്തിലെത്തുന്നത്. ഡൽഹിയിലെ വാശിയേറിയ പ്രചരണത്തിന് കൊടിയിറക്കം ഇന്ന്. കൊട്ടിക്കലാശത്തിനൊരുങ്ങി രാഷ്ട്രീയ പാർട്ടികൾ. അവസാനഘട്ട പ്രചരണത്തിന് BJPക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും JP നദ്ദയും. കോൺഗ്രസിന്റെ പ്രചരണത്തിന് കരുത്തുപകരാൻ പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും. അരവിന്ദ് കെജ്രിവാളിനെ മുന്നിൽ നിർത്തി വോട്ടുറപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി. BJP പാർട്ടിയിൽ ചേരാൻ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ. BJPക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും കീഴടങ്ങിയെന്നും വിമർശനം. एक तरफ वोट देने से 25,000 रुपए महीने का फायदा है और दूसरी तरफ टोटल गुंडागर्दी है. इनके कई कैंडिडेट्स ऐसे हैं जो खुद माफिया हैं अपने अपने क्षेत्र के अंदर. अगर उनको वोट दे दिया तो एक तो देश का सबसे बड़ा गुंडा और उसके नीचे कई गुंडे, तो गुंडों का सरदार और सारे गुंडे मिलके दिल्ली वालों का क्या हाल करेंगे. കേന്ദ്ര ബജറ്റിലെ നികുതി ഇളവും പ്രഖ്യാപനവും അനുകൂലമാകുമെന്ന വിശ്വാസത്തിലാണ് ഇക്കുറി BJP. മദ്യനയ അഴിമതിയും കെജ്രിവാളിന്റെ ആഡംബര ബംഗ്ലാവും അടക്കം കോൺഗ്രസും BJPയും പ്രചരണായുധമാക്കുന്നുണ്ട്. गाड़ी भी ले ली, सिक्योरिटी भी ले ली और एक बंगलो भी ले लिया. फिर एक बंगलो से इनका पेट नहीं भरा, 4 बंगलो तोड़कर 50,000 गज का शीश महल बनाने का काम किया. शीश महल സൗജന്യങ്ങൾ നൽകി രണ്ടാമതും അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടി സർക്കാരിന് ഇക്കുറി അതേ തുറുപ്പുചീട്ടിൽ മറുപടി നൽകുകയാണ് കോൺഗ്രസ്. അധികാര തുടർച്ചയ്ക്ക് ആം ആദ്മി പാർട്ടി ശ്രമിക്കുമ്പോൾ അട്ടിമറിയാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ലക്ഷ്യം. പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരിക്കൽ കൂടി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24.